നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷികൾ ഹൈ വോൾട്ടേജുള്ള ഇലക്ട്രിക് വയറിൽ ഇരുന്നിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് ഷോക്ക് അടിക്കാത്തതെന്ന്? അതിന് പിന്നിലെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷികൾ സിംഗിൾ വയറിലാണ് ഇരിക്കുന്നത്. ഈ പക്ഷി ഈ ഒരു വയറിൽ വന്നിരിക്കുമ്പോൾ തന്നെ എന്താണ്, ആ വയറിനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതിന് മുമ്പ് നമുക്കറിയാം എന്താണ്, കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു വസ്തുവിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിന് ചേഞ്ച് സംഭവിക്കണം. എന്നാൽ മാത്രമേ കറണ്ട് ഒരു വസ്തുവിൽ കൂടെ ഒഴുകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബേർഡിൻ്റെ ശരീരത്തിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ചേഞ്ച് വരണം. ഈ ബേർഡ് ഒരു സിംഗിൾ വയറിലാണ് വന്നിരിക്കുന്നത്. ആ സമയം ബേർഡിൻ്റെ ഫീറ്റ് ഈ പറയുന്ന വയറിൽ ടച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ബേർഡിൻ്റെ ശരീരവും പിന്നെ നമ്മുടെ ഈ വയറും കൂടെ എന്താണ്, സെയിം പൊട്ടൻഷ്യലിലാണ് ഇരിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഒരേ പൊട്ടൻഷ്യലാണ്. ആ സമയത്ത് എന്താണ്, സർക്യൂട്ട് കംപ്ലീറ്റ് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബേർഡിന് എന്താണ്, ഷോക്ക് അടിക്കത്തില്ല. അതേസമയം ഈ ബേർഡ് വന്നിരിക്കുമ്പോൾ ആദ്യത്തെ വയറിലും പിന്നെ രണ്ടാമത്തെ വയറിലും അറിയാതെ കാലുകൊണ്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എനിക്ക് തീർച്ചയായിട്ടും അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ചേഞ്ച് ഉണ്ടാവുകയും ഷോക്ക് അടിക്കുകയും ചെയ്യും. ആദ്യത്തെ കേസിൽ പക്ഷികൾ സേഫാണ്, കാരണം അവർ ലാൻഡ് ചെയ്തത് ഒരു സിംഗിൾ വയറാണ്. രണ്ടാമത്തെ വയറിൽ നിന്നും ടച്ച് ചെയ്യാതെയാണ് അവർ ഇരുന്നത്. അതേസമയം സെക്കൻഡത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പക്ഷി ഫസ്റ്റ് വയറിലും രണ്ടാമത്തെ വയറിലും ടച്ച് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ആവുകയും ഷോക്ക് അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.